എല്ലാ മലയാളികളുടെയും ഒരു ഇഷ്ട വിഭവമാണ് പഴഞ്ചോറ്. എനിക്കും പഴഞ്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മട്ട റൈസ് കൊണ്ട് ചോറുണ്ടാക്കുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ പഴഞ്ചോറ് സെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ അജിക്കുട്ടനും അനീഷിക്കായ്ക്കും ഒക്കെ പഴഞ്ചോറ് ഇഷ്ടമാണ്. തലേ ദിവസം രാത്രി ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് ചോറ് വയ്ക്കണം. അതുപോലെ തലേന്നത്തെ മീൻകറിയും കപ്പയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇന്ന് നമുക്ക് മീൻകറിയും കപ്പയും പുതുതായിട്ട് ഇന്ന് ഉണ്ടാക്കിയതാണ്. ചോറ് തലേ ദിവസത്തെയും. വെറും തൈരും ഉപ്പും മാത്രം ഇട്ടും പഴഞ്ചോറ് കഴിക്കാം. പക്ഷേ നമ്മളിത് വല്ലപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് ആഡംബരം ആയിക്കോട്ടെ എന്ന് കരുതും. മുട്ട ഓംലെറ്റും മീൻ പൊരിച്ചതും ചമ്മന്തിയും തൈരും അച്ചാറും എല്ലാം കൂടി ആകുമ്പോൾ സൂപ്പറാണ് കേട്ടോ. ഇത് അനീഷിക്ക ഉണ്ടാക്കിയ തേങ്ങ അരച്ച മീൻകറിയാണ്. അനീഷിക്ക ഇതിൻ്റെ ഒരു എക്സ്പേർട്ടാണ് കേട്ടോ. ഇവിടെ മീൻകറി, കപ്പ, അവിയൽ, ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് അനീഷിക്കാണ്. അതൊക്കെ അനീഷിക്കയുടെ സ്പെഷ്യാലിറ്റി. എൻ്റെ സ്പെഷ്യാലിറ്റി കുറച്ച് അറേബ്യൻ ഫുഡ്സ്, പിന്നെ ഹെൽത്തി ഫുഡുകൾ, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ഇതൊക്കെയാണ് എൻ്റെ സ്പെഷ്യാലിറ്റീസ്. അതുപോലെ അജിക്കൂട്ടനും അവളുടെ സ്പെഷ്യാലിറ്റി ഐറ്റംസ് ഉണ്ട്. അവൾ നല്ലതുപോലെ കേക്ക് ഉണ്ടാക്കും, നല്ല പുഡിങ്ങുകൾ ഉണ്ടാക്കും, സ്വീറ്റ് ഐറ്റംസാണ് അവൾ കൂടുതൽ ഉണ്ടാക്കാറ്. ചമ്മന്തിയും അച്ചാറും ഇല്ലാതെ എന്ത് പഴഞ്ചോറ് അല്ലേ? നമ്മളിപ്പോൾ റെഗുലറായിട്ട് വാങ്ങിക്കുന്നത് ചൊബാനിയുടെ ഗ്രീക്ക് യോഗേർട്ടാണ്. ഇതിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെ അധികമുണ്ട്. ഗ്രീക്ക് സ്റ്റൈൽ യോഗേർട്ട് അല്ല, ഗ്രീക്ക് യോഗേർട്ട്. പഴഞ്ചോറ് ഒരു ഹെവി മീലാണ്, കാർബോഹൈഡ്രേറ്റ് റിച്ച്. അതുകൊണ്ട് കുറച്ചധികം ഫിസിക്കൽ പണിയുള്ള ദിവസങ്ങളിൽ പഴഞ്ചോറ് കഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് തോന്നും, ഉറക്കം വരും. സോ ക്വാണ്ടിറ്റി നോക്കി ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ പഴഞ്ചോറ് കഴിച്ചത് അജുവിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുമ്മ മിക്കവാറും എല്ലാ ദിവസവും എനിക്ക് പഴഞ്ചോറ് റെഡിയാക്കി തരുമായിരുന്നു. പ്രഗ്നൻസി സമയത്തെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റമായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കാണുന്നത്. അച്ചാറ് നോർമലി ഞാൻ വീട്ടിലുണ്ടാക്കാറാണ് പതിവ്. പക്ഷേ ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്ന അച്ചാറാണ്. ഒരു സ്വീറ്റ് ആൻഡ് സോർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഓംലെറ്റ് വെക്കാൻ സ്ഥലമില്ല പാത്രത്തിൽ. അപ്പോൾ എല്ലാ ഐറ്റംസും റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല സന്തോഷമായിട്ട് കണ്ണടച്ച് ആസ്വദിച്ച് കഴിക്കുക.